എന്നും ദോശയും ഒപ്പമൊക്കെ കഴിച്ചിട്ട് മടുത്തോണ്ട് ഇന്ന് കുറച്ച് ഹെൽത്തി ആക്കാന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും പഴമൊക്കെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഹേസുട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നേ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് ഓഫീസിൽ പോകുന്ന കാര്യത്തിൽ കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. സ്പൂൺ എപ്പോഴും കയ്യിൽ വേണം. ജോലിക്കിടയിൽ കിച്ചണിൽ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ഓരോ സ്പൂണൊക്കെ കൊടുത്ത് വിടുവേ. അതിപ്പോൾ അങ്ങ് ശീലമായി, എപ്പോഴും കയ്യിൽ ഒരു സ്പൂൺ വേണം. രാവിലെയൊക്കെ കഴിക്കാൻ നേരത്തും ഇതേപോലെ കരച്ചിലായതുകൊണ്ട് അവൻ്റെ തന്നെ ഒരു കുഞ്ഞു സ്പൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടും ഹേസൂട്ടും ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഇന്ന് പോകാനായിട്ട് കുറച്ച് ലേറ്റായേ. ഇക്ക ഇറങ്ങിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നേ. അങ്ങനെ ബോളൊക്കെ എടുത്ത് വെച്ച് കളിപ്പിച്ച് ഓരോന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചത് നിർത്തി. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഹേസുട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നത് മുട്ടയും പഴവും തന്നെയാണ്. അപ്പോഴും ദേ കഴിക്കാനായിട്ട് അവന് സ്പൂൺ വേണമായിരുന്നേ. ഹേസുട്ടൻ ഇന്ന് സ്നാക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാങ്ങയാണ് കേട്ടോ. ഹേസുട്ടനും കൊടുത്ത് ഞാനും കഴിച്ചു. ഒന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നേ. ഒരു ദിവസം ഞാനിങ്ങനെ ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചോറുണ്ടാക്കിയ സമയത്ത് അവന് കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ട് ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹേസുട്ടൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഒറ്റ തട്ടലായിരുന്നു, ബോള് തട്ടുന്നത് പോലെ. പിന്നെ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടന്നതിന് പിന്നെ പിറക്കി എടുത്ത് കഴിക്കലായിരുന്നേ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഒന്ന് ടേസ്റ്റ് കൂടും. അതിനുശേഷം ഹേസുട്ടൻ ഒരു ഉറക്കം ഉറങ്ങി. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഫുഡും കഴിച്ചു എഡിറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റൊക്കെ കഴിച്ച് കംപ്ലീറ്റ് ആക്കിയില്ല. അതിന് മുന്നേ സൗണ്ട് കേട്ടിട്ട് ദേ ഒരാൾ വന്നിട്ട് പിന്നെ സന്ധ്യയൊക്കെ ആയ സമയത്ത് ഞാൻ നമസ്കരിക്കാൻ കയറിയപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചോണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷം. വന്നു കഴിഞ്ഞാലാണ് പിന്നെ ചിരിയും കളിയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഹേസുട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കണ്ട് മടുത്തിരിക്കുകയല്ലേ. അങ്ങനെ ഇക്ക വന്നപ്പോഴേക്കും നമ്മൾ ചായക്കൊക്കെ വെച്ചിട്ട് ഹേസുട്ടന് കുറുക്കും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നപ്പോഴേക്കും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഏലാഞ്ചിയും സമൂസയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഹേസുട്ടൻ ആ സമയത്തൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചപ്പോൾ ഏലാഞ്ചി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലാഞ്ചി ഹേസുട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഹേസുട്ടന് കുറുക്കും കൊടുത്തിട്ട് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ കറി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രൈക്ക് വേണ്ടിയിട്ട് അരപ്പൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.